വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. പോരൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണയും UDF അധികാരത്തിലേക്ക്. കഴിഞ്ഞ തവണത്തെ പോലെ 10 സീറ്റിൽ കോൺഗ്രസും 4 സീറ്റിൽ മുസ്ലിം ലീഗും വിജയിച്ചാണ് UDF അധികാരത്തിലെത്തുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 2 സീറ്റുകൾ വർദ്ധിപ്പിച്ച് LDF മുന്നേറ്റം കാഴ്ചവെച്ചു. ഇതിൽ 1 സീറ്റ് ഘടകകക്ഷി NCPS-ന്റേതാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം ഇത്തവണയും പോരൂരിൽ UDF-ന് അധികാരത്തിലെത്താൻ സാധിച്ചു. 15 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് 10 സീറ്റുകളിൽ വിജയിച്ചു. കഴിഞ്ഞ തവണയും കോൺഗ്രസിന് പോരൂരിൽ 10 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനാടിസ്ഥാനത്തിൽ 2 വാർഡുകൾ കൂടിയെങ്കിലും അത് മുതലെടുക്കാൻ കോൺഗ്രസിനായില്ല. മാത്രമല്ല, പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പോരൂർ ബ്ലോക്ക് ഡിവിഷൻ നഷ്ടപ്പെടുകയും ചെയ്തു. കോൺഗ്രസിന് വളക്കൂറുള്ള പോരൂർ പഞ്ചായത്തിൽ പാർട്ടിക്ക് ഇത് തിരിച്ചടിയായിരിക്കുകയാണ്. 19-ാം വാർഡ് താലപ്പൊലിപ്പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന V. ശിവശങ്കരൻ പരാജയപ്പെട്ടതും CPM-ന്റെ ഉറച്ച വാർഡായ രവിമംഗലം പിടിക്കാനിറക്കിയ യുവ സ്ഥാനാർത്ഥി ബിജേഷ് നെച്ചിക്കോടന്റെ പരാജയവും കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് തടസ്സമായി. മുസ്ലിം ലീഗ് ആവട്ടെ 6 സീറ്റുകളിലാണ് ഇത്തവണ മത്സരിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റിൽ അധികം മത്സരിച്ചെങ്കിലും 2020-ലെ 4 സീറ്റിൽ തന്നെ ലീഗിനും ഒതുങ്ങേണ്ടി വന്നു. 2-ാം വാർഡായ ആലക്കോട് ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടപ്പോൾ കഴിഞ്ഞ തവണ ലീഗിന് നഷ്ടമായ പാർട്ടിയുടെ ഉറച്ച കോട്ടയായ വീതനശ്ശേരി വാർഡ് പിടിച്ചെടുക്കാനായത് ആശ്വാസമായി. എന്നാൽ CPM ആവട്ടെ ഇത്തവണ പോരൂരിൽ ചെറിയ മുന്നേറ്റം കാഴ്ചവെച്ചു. 17 സീറ്റിൽ മത്സരിച്ച പാർട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് വർദ്ധിപ്പിച്ച് 4-ലേക്ക് ഉയർന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസ് 1000-ന് മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പോരൂർ ബ്ലോക്ക് ഡിവിഷൻ CP ഉണ്ണിച്ചാത്തനിലൂടെ പിടിച്ചെടുക്കാൻ സാധിച്ചത് UDF അനുകൂല തരംഗത്തിലും CPM-ന് ശക്തി പകർന്നു. LDF-ന് കരുത്തു നൽകിക്കൊണ്ടാണ് NCPS-ന്റെ പോരൂരിലെ മുന്നേറ്റം. പാർട്ടിയുടെ സംസ്ഥാന നേതാവ് കണിയൻ കരീം 19-ാം വാർഡായ താലപ്പൊലിപ്പറമ്പിൽ നിന്നും 109 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത് UDF ക്യാമ്പിനെ വരെ ഞെട്ടിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ UDF LDF-നൊപ്പം മികച്ചു നിന്നെങ്കിലും റിസൾട്ട് വന്നപ്പോൾ അത് NCPS-ന്റെ അനുകൂലമായിരുന്നു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക്. 18 കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.